അകത്തുള്ള വസ്തുവിനെ പോലെ കാണാനീളെ കൽഭാഗമെന്നോവർ ആ പവറോടെ കണ്ടുപിടിച്ച മഹാന്മാരാണ്. ഇലാഹിയായ സ്മരണയിലോട് അല്ലാഹുവിന്റെ ഓർമ്മയിലോട് എല്ലാ സമയത്തും പുറത്തുറപ്പും പൊരുത്തപ്പെട്ട് ജീവിതമൊക്കെ നയിച്ചപ്പോ അവരാത്മീയത നന്നാക്കിയെടുത്തപ്പോ അള്ളാഹു കൊടുത്ത പവറാണ് കേട്ടോ. ആ വലിയ മഹാനാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. വീണ്ടേ മുള്ളോട്ടെ കുരന്ന് ചൊന്നാരേ ഉഷാദേ കോകി പാർപ്പിച്ച് വിട്ടോവർ. ജീവനില്ലാത്ത എല്ലും കൊട്ടുമായി കിടക്കുന്ന വസ്തുക്കളോട് പറക്കണമെന്ന് പറയുമ്പോൾ ജീവനോടെ പറപ്പിച്ച അമ്പിയാക്കന്മാർക്ക് കൊടുത്ത മുഅ്ജിസത്ത് കറാമത്തായി അല്ലാഹു കൊടുക്കപ്പെട്ട ഔലിയാക്കന്മാർ. നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, ഞാൻ മർക്കസിൽ പഠിക്കുമ്പോ 13-14 വർഷം മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി മുറുന്ന അത്യാവശ്യം നന്നായി ചെല്ലുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, AP ഉസ്താദിന്റെ അടുത്തേക്ക് പോകണം, റൂമിൽ സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞിട്ട്. സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടുകാരെയും രാഷ്ട്രീയക്കാരെയും ചീത്ത വിളിക്കുന്ന ക്ലാസ് അല്ല. മുത്തനബിന്റെ ഹദീസ് വായിച്ച് മുത്താലിങ്ങൾക്ക് ഓതി കൊടുക്കുന്ന ഏറ്റവും വലിയ അസ്ഹഫുൽ കുതുബി ബഅദ കിതാബില്ല. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കടവെട്ടി കിടക്കുന്ന സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തി കൊടുക്കണം ആയിരക്കണക്കിന് മുത്താലിങ്ങൾ. ആ ദീർഘനേരം 2 മണിക്കൂർ നീണ്ട ബുഖാരി കഴിഞ്ഞിട്ട് ഉസ്താദ് റൂമിലേക്ക് വരുമ്പോൾ ഉസ്താദിനെ കാണാൻ പോവാ. എന്താ സംശയം? ഞാൻ ചോദിച്ചു, എന്താ സംശയം? അത് നമ്മൾ ബുർദ ചെല്ലുമ്പോ യാക്രമ ബൈത്തിൽ, ആ യാക്രമ ബൈത്തിൽ വലയ്യദീക റസൂലുള്ളാഹി ജാഉക ബി ഇദൽ കരീമു തജൽ ഇദൽ കരീമു തഹല്ല ബിസ്മി മുസ്തഖിമി ഇദൽ കരീമു തഹല്ല ഇദൽ കരീമു തജല്ല. രണ്ടും ചെല്ലുന്നത് കേൾക്കുന്നു, രണ്ടും ചെല്ലുന്നത് കാണുന്നു. ഇതിലേതാണ് നല്ലത്, ഇതിലേതാണ് ശരിയെന്ന് സാദിനോട് ചോദിക്കണമെന്ന സംശയമാണ്. അതിനോട് ചോദിച്ചാൽ പിന്നെ നമ്മൾ അതുപോലെ ചെയ്യാൻ പറ്റില്ലോ. ചോറും എന്റെ കഞ്ഞിയിലെ ചൊർണിയാണ്ടായാലോ, ഒന്നിക്ക് ഇതിൽ തജല്ല അല്ലെങ്കിൽ തഹല്ല, രണ്ടിൽ ഏതൊന്നും ചെയ്യാൻ മതി. അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് ചോദിക്കാൻ പോയതാ ബുഖാരി കഴിഞ്ഞിട്ട്. ബുഖാരി കഴിഞ്ഞ് ഉസ്താദിന്റെ റൂമിലേക്ക് പോയപ്പോ പിന്നെ അവിടെ നിങ്ങൾക്ക് ആൾക്കാരോ 100 കണക്കിന് ആൾക്കാരാണ്. രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും, ആരോഗ്യവാനും രോഗിയും, പണമുള്ളവനും പണക്കാരനും പാവപ്പെട്ടവനും പല ആൾക്കാരും ഉസ്താദിനോട് സങ്കടം പറയാൻ വന്നിട്ടുണ്ടാവും. റൂമിൽ 100 കണക്കിന് ആൾക്കാരെങ്ങനെ ക്യൂ നിൽക്കുക. അപ്പൊ ഉസ്താദ് കസേരയിൽ ഇരിക്കുന്നു. അപ്പൊ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നി. കാരണം നമ്മളിവിടെ തന്നെയുള്ള കുട്ടികളല്ലേ. അപ്പൊ ഈ രാവിലെ മുതലേ വന്ന 100 കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ചെറിയൊരു സംശയം ചോദിക്കാൻ ഉസ്താദിനടുത്ത് പോയാൽ അടി ഉറപ്പാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ചോദിക്കും നമ്മൾ പോകാന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉസ്താദ് വിളിച്ചു പോനെ. കാരണം ഉസ്താദിന് സഖാഫികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എവിടെ കണ്ടാലും വല്ലാത്ത സ്നേഹവും ബഹുമാനാണ്, സ്വന്തം മക്കളെ പോലെ. അങ്ങനെ ഉസ്താദ് വിളിച്ച സ്ഥിതിക്ക് ഏതായാലും അവിടെ പോയിട്ട് സലാം പറഞ്ഞ് പോകാൻ നോക്കും. അപ്പൊ ഡോറിന്റെ അടുത്ത് നിൽക്കുകയാണ് ഉസ്താദ്, അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. ഇവനെ വിളിച്ചു. ഇപ്പൊ നേരെ അങ്ങോട്ട് പോയി ഉസ്താദിന് സലാം ചൊല്ലി ഉസ്താദ് സലാം മടക്കി. ഉസ്താദിന്റെ കൈ പിടിച്ച് മുത്തി തിരിച്ചു പോകാൻ വേണ്ടി വെക്കുമ്പോൾ ഉസ്താദ് കൈവിടുന്നുണ്ട്. എന്നാലും തിരിച്ചു പോവാ. ഉസ്താദ് കൈവിടുന്നില്ല. ഉസ്താദിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. ഇദ്ദേഹം ഉസ്താദിന്റെ കൈ ചുംബിച്ചു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അതാ ഈ സഖാഫിയുടെ മുതഅല്ലിമിന്റെ മുഖത്തൊരു നോട്ടമാണ്. നോക്കിയിട്ട് മഹാനായ ഉസ്താദ് പാടുന്നു, വലയ്യദീക റസൂലുള്ളാഹി ജാഉക ബി ഇദൽ കരീമു തജല്ല ബിസ്മി മുന്തഖിമി. ഉനേ ബുർദയിൽ യാക്രമ ബൈത്ത് ചെല്ലുമ്പോ വലയ്യദീക റസൂലുള്ളാഹി ജാഉക ബി ഇദൽ കരീമു തജല്ല. തഹല്ലയേക്കാളും തജല്ലയാണ് നല്ലത്, അങ്ങനെ ചെല്ലുന്നതാണ് നല്ലതെന്ന് മഹാനായ ഉസ്താദ് പറയുന്നു. പറഞ്ഞു കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ചെല്ലിക്കുന്നു, വലയ്യദീക റസൂലുള്ളാഹി ജാഉക ബി ഇദൽ കരീമു തജല്ല ബിസ്മി മുന്തഖിമി. മൗലായ സ്വല്ലി വസല്ലിം دائما أبدا على حبيبك خير الخلق كلهم. പോയിക്കൊന്നു സംഭവം കഴിഞ്ഞു.
മനസ്സിന്റെ ഉള്ളിൽ വെച്ച സംശയത്തെ ദൂരീകരിക്കാൻ 24 മണിക്കൂറും ഇൽമുമായി ബന്ധപ്പെടുന്ന എത്രയോ 2000-ൽ പരം പള്ളികൾ മുഅ്മിനീങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും വലിയ മഹുവയായി കേന്ദ്രമായി ആശാകേന്ദ്രമായി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന ഔലിയാക്കന്മാർ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പവിത്രതയാണ്, ബഹുമാനമാണ്. അതേ കറാമത്തെന്ന് പറഞ്ഞാൽ ബഹുമതിയാണ്. അതിന് എത്രയാണ് ബഹുമാനം അല്ലാഹു നൽകിയത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. എന്റെ സംസാരം നിർത്തട്ടെ സഹോദരങ്ങളെ. കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ കളിഭാഗമെന്നവർ അത് അല്ല ഇട്ടുകൊടുക്കുന്ന ബഹുമാനമാണ്. അതൊരാൾക്കും തീർത്തു കളയാനും സാധ്യമല്ല, ഒരാൾക്കും വായിച്ചു കളയാനും സാധ്യമല്ല. ഹൃദയത്തിന്റെ അടിത്തട്ട് ഈമാനിന്റെ ഖിലാസിന്റെ വെളിച്ചമുണ്ടാകുമ്പോ, മാരിഫത്തിന്റെ വെളിച്ചമുണ്ടാകുമ്പോ 24 മണിക്കൂറും ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ, പാവപ്പെട്ട യതീമകളെ പോറ്റി വളർത്തുമ്പോ അല്ലാഹു തആല കൊടുക്കുന്ന രാജപദവിയാണ്, അലങ്കാരമാണ്. അത് അല്ലാഹു തന്നെയാണ് വളർത്തേണ്ടത്, അത് അല്ലാഹു തന്നെയാണ് ഉയർത്തേണ്ടത്. അല്ലാഹുവേ, നമ്മുടെ മുഴുവൻ മഹാന്മാരുടെ ദർജകളും കൊടുക്കണേ അല്ലാഹ്.